ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി, കാരണം വെക്കേഷന് നാട്ടിലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും കാണാതിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എൻ്റെ പരീക്ഷണം എന്ന് വെച്ചാൽ സാരിയിലൊരു കോഡ് സെറ്റ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലാണ് സ്റ്റിച്ചിങ് കാണിക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് അതിന് മുന്താണീൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് സാരി നാലായിട്ട് മടക്കി കൊടുക്കാം. നാലായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ലെങ്ത്ത് 45 ഇഞ്ചാണ്, പക്ഷെ 40 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി 5 ഇഞ്ച് സാരിയുടെ ഈ ബോർഡർ ഉണ്ടല്ലോ, അത് താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 40 ഇഞ്ചിലാണ് ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ച്. ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ചെസ്റ്റിൻ്റെ വണ്ണം 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ഷേപ്പിൻ്റെ ഭാഗമാണ്. ഷേപ്പിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. അവിടുത്തെ വണ്ണം 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് 9 ഇഞ്ച്, അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എ ലൈനിന് വരച്ചു കൊടുക്കുന്നില്ല, അതുപോലെ താഴത്തേക്ക് ലൈൻ വരച്ചു കൊടുക്കാം. കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എ ലൈൻ മോഡൽ കട്ട് ചെയ്യുമ്പോൾ വരച്ചു കൊടുക്കാറില്ല, അതുപോലെ താഴത്തേക്ക് ചരിച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് ഒരു 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. അത് സൈഡ് വശം തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് അതിൻ്റെ ബോർഡറിൻ്റെ ചെറിയൊരു പോർഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോർഡർ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് താഴെ വശത്ത്. ഫ്രണ്ടും ബാക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ്റെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മാർക്ക് ചെയ്യുന്നത് മാത്രം. ഞാൻ വേറൊരു തുണിയിലാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 5.5 ഇഞ്ച്. അതൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു ക്ലോത്തിൽ വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൈക്കുഴീൻ്റെ അവിടെ 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ്റെ നെക്കും നമ്മൾ വേറൊരു തുണിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്ലീവാണ്. സ്ലീവ് ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ്. പിന്നെ സ്ലീവിൽ ഞാൻ പഫ് സ്ലീവാണ് കൊടുക്കുന്നത്, മുകളിലും താഴെയുമായിട്ട്. അപ്പോൾ 3 ഇഞ്ച് വിട്ടിട്ട് വേണം സ്ലീവിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. 3 ഇഞ്ച് വിട്ടിട്ട് സ്ലീവിൻ്റെ വീതി വരുന്നത് 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്തും അതെ 3 ഇഞ്ച് വിട്ടിട്ട് 7 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ചെരിച്ച് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
സ്ലീവിൻ്റെ താഴെവശത്ത് ഇലാസ്റ്റിക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഇലാസ്റ്റിക് വെക്കുന്നില്ല, ചെറിയ ചെറിയ ഞൊറിവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ടൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ലീവിൻ്റെ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ 1/4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ വെക്കാനുള്ളൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അതായത് തുണി ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ വീതി 7 ഇഞ്ചും അതിൻ്റെ ഇറക്കം ഒരു 10 ഇഞ്ചിലും നമ്മൾക്ക് ഒരു സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വീതി 7 ഇഞ്ചും അതിൻ്റെ ഇറക്കം 10 ഇഞ്ചും അങ്ങനെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ചിലും പിന്നെ അതിൻ്റെ വീതി 3 ഇഞ്ചിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കിട്ടുന്നത്. ഇത് നമുക്ക് മെയിൻ ക്ലോത്തിലും വെച്ച് കട്ട് ചെയ്തെടുക്കണം. മെയിൻ ക്ലോത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഒരു 6 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കണം. ഒരു മാർക്കിംഗ് കൊടുക്കാം. അവിടം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് പിൻ ചെയ്തിട്ട് നമ്മൾ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തില്ലേ നെക്കിൻ്റെ ഇറക്കം, അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പ്രഷർ ഫൂട്ട് വീതിയിലാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ രീതിയിൽ അത് നമ്മൾ താഴെ വരെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സൈഡ് വശവും മുകളിൽ ആ ഷോൾഡറിൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി മറിച്ചിട്ട് കൊടുക്കാം. തുണി മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ കിട്ടും. അതിൻ്റെ അരികു വശം കറക്റ്റായിട്ട് വരാൻ എന്തെങ്കിലും പിന്നോ എന്തെങ്കിലും കുത്തിയിട്ട് പെൻസിലോ എന്തെങ്കിലും കുത്തിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് കിട്ടുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ അയൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിങ്ങനെ പതിഞ്ഞ് ഇരിക്കും. അപ്പോൾ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ നെക്കിന് ആയിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഇതിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. റൗണ്ട് നെക്കാണ് ബാക്കിൽ ഉപയോഗിക്കുന്നത്. അപ്പം റൗണ്ടിൽ നമ്മൾക്ക് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ബാക്ക് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ നല്ല വശത്ത് ഇതുപോലെ ഇങ്ങനെ തുണി വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പാൻറ്റാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് തുണി 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ട് 2 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ പാൻറ്റിന് എത്രയാണ് നീളം വേണ്ടത്, പാൻറ്റിൻ്റെ അത്ര നീളം 38 ഇഞ്ചാണ്. അപ്പം നമ്മൾ 2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തില്ലേ,
അതിന് താഴെ ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 38 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഹിപ്പ് സൈസാണ്. അപ്പം എൻ്റെ ഹിപ്പ് സൈസ് 38 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 11.5 മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ക്രോച്ച് ലെങ്ത്താണ്. ക്രോച്ച് ലെങ്ത്ത് പറഞ്ഞാൽ സീറ്റിൻ്റെ നമ്മൾ ഇരിക്കുന്ന ആ ഭാഗം അതിൻ്റെ ലെങ്ത്ത്. അപ്പം അതെന്ന് വെച്ചാൽ ഈ 9.5 കൂടെ 3 ഇഞ്ച് 2-3 ഇഞ്ച് ആഡ് ചെയ്യുമ്പം ഒരു 12.5 കിട്ടും. അതാണ് ക്രോച്ച് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കുഴിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന്, അധികം കുഴിക്കണ്ട, ചെറുതായിട്ടൊന്ന് വളച്ച് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ താഴെ ഭാഗത്ത് കാലിൻ്റെ വണ്ണം അത് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പലാസോ പാൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് വേണമല്ലോ. അപ്പം അധികം ടൈറ്റായിട്ട് മാർക്ക് ചെയ്യേണ്ട, കുറച്ച് ലൂസായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് നമുക്ക് ഈ പാൻറ്റിൻ്റെ മാർക്കിങ്. ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ പാൻറ്റിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം.